റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് പി വി അൻവറിന്റെ പിന്തുണ അനിവാര്യമെന്ന് UDF വിലയിരുത്തൽ. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മത്സരം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. അൻവർ മത്സരിച്ചാൽ വോട്ട് വിഘടിക്കുമെന്നും ആശങ്കയുണ്ട്. പിണറായി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തണമെന്നാണ് അഭിപ്രായം. ആർ റോഷിബാലും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുന്നു. ടീം നിലമ്പൂർ സ്ക്വാഡ്. ആർ റോഷിബാൽ, UDFൽ അസോസിയേറ്റ് ഘടകകക്ഷിയായി വരില്ല എന്ന് അൻവർ പറഞ്ഞാൽ ഘടകകക്ഷിയാക്കിയെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ, എന്നാലേ വിജയിക്കാൻ കഴിയൂ എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ UDF എത്തുകയാണോ? റോഷിബാൽ. സുജയപാർവതി, ഇന്നലെ ചേർന്ന UDF അടിയന്തര ഏകോപന സമിതി യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് പി വി അൻവറിനെ UDFനൊപ്പം നിർത്തേണ്ട അനിവാര്യതയാണ്. നിലവിൽ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയെ എം സ്വരാജ് വന്നതോടെ മത്സരം കടുക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അത് പ്രാദേശികമായി തന്നെ അങ്ങനെ ഒരു വികാരമുണ്ട്. അതുകൊണ്ടാണ് പി വി അൻവറിന്റെ സാന്നിധ്യം UDF ക്യാമ്പിൽ അനിവാര്യമെന്ന അഭിപ്രായം ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കടുംപിടുത്തം വേണ്ട എന്ന് തന്നെയാണ് ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്ത പി വി അൻവറിനെ ഒപ്പം നിർത്തുക, പി വി അൻവറിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പരമാവധി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പി വി അൻവർ ഉയർത്തുന്ന വിഷയം പിണറായി സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെയാണ് UDF നേതൃത്വവും തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുന്നത്. അങ്ങനെ ഒരേ വിഷയം രണ്ട് സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വോട്ട് വിഘടിക്കാൻ വഴിയൊരുക്കും എന്ന ആശങ്ക കൂടി UDF നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരേ വിഷയം, ഒരേ മുദ്രാവാക്യം ഉയർത്തുന്നവർ ഒരു കുടക്കീഴിൽ വരണമെന്ന അഭിപ്രായം ശക്തമാകുന്നത്. മുസ്ലിം ലീഗ് തുടക്കം മുതൽ തന്നെ ഈ അഭിപ്രായം ഉയർത്തിയത്. ഇപ്പോൾ കോൺഗ്രസും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കോൺഗ്രസിൽ പല നേതാക്കൾക്കും സമാനമായ അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഏതാണ്ട് 18 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾക്ക് ഇനി ലഭിക്കുക. ആ സമയത്തിനുള്ളിൽ പരമാവധി ജനങ്ങളിലേക്ക് എത്തുക, പിണറായി വിരുദ്ധ വോട്ടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അത് UDF സ്ഥാനാർത്ഥിക്ക് ലഭ്യമാക്കണമെങ്കിൽ പി വി അൻവറിന്റെ നിലവിൽ സഹായം അനിവാര്യമാണെന്ന വിലയിരുത്തൽ. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ UDF നേതൃത്വം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം UDF ക്യാമ്പിൽ ശക്തമാകുന്നത്. സുജയ, പ്രഥമ പരിഗണന പിണറായി സർക്കാരിനെതിരായ വിജയമാണ്, അല്ലെങ്കിൽ പിണറായിസം പരാജയപ്പെടുത്തലാണ് എന്ന് UDF പറയുമ്പോൾ അതുതന്നെയല്ലേ അഷ്കർ ഇത്രയും കാലം അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അൻവറിന്റെ വഴിക്ക് UDF വരുന്നു എന്നാണോ കാണേണ്ടത്? അഷ്കർ അലി കരിമ്പ. സുജയ, അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുക എന്നുള്ള ഔദ്യോഗിക തീരുമാനം ഇന്നലെ UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് അറിയിച്ചെങ്കിൽ പോലും അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ ഉള്ളത്. അസോസിയേറ്റ് ഘടകകക്ഷിയല്ല, പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഘടകകക്ഷിയായി തന്നെ തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കണമെന്നുള്ള ആ നിലപാടിൽ തന്നെ ശക്തമായി നിൽക്കുന്നു. അതല്ല എങ്കിൽ മത്സരമായി മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടിലാണ് പി വി അൻവർ ക്യാമ്പ് നിൽക്കുന്നത്. ശക്തമായ രീതിയിൽ പല വിധത്തിലുള്ള അനുരഞ്ജന നീക്കങ്ങളും ഇന്നലെ രാത്രിയിലും തകൃതിയായി നടന്നിരുന്നു. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFിലെ വ്യത്യസ്ത നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളടക്കം പലരും തുടർച്ചയായി പി വി അൻവറിനെ ബന്ധപ്പെടുകയും അതുപോലെ തന്നെ പി വി അൻവർ അങ്ങോട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് സംസാരം തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സംസാരങ്ങളിലൊന്നും തന്നെ ഒരു അനുരഞ്ജന നീക്കത്തിലുള്ള സമവായ സാധ്യതയ്ക്കുള്ള വഴികളൊന്നും നിലവിൽ ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാനാണ് UDFിന്റെ തീരുമാനമെങ്കിൽ അത് പിന്നീട് മുന്നണിയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാനുള്ള വഴിയിലേക്ക് സാധ്യത വയ്ക്കും. അതുകൊണ്ട് അസോസിയേറ്റ് ഘടകകക്ഷിയെ അംഗീകരിക്കേണ്ടതില്ല എന്ന് ഇന്നലെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലും മിനിഞ്ഞാന്ന് ചേർന്ന തൃണമൂലിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനമാണ് പിന്നീട് പി വി അൻവറിനെ പാർട്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഡെറക് ഒബ്രയൻ അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരും എടുത്തിരിക്കുന്ന നിലപാട് ഘടകകക്ഷിയാക്കുകയാണെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ UDFിനെ പിന്തുണച്ചാൽ മതി, അല്ലെങ്കിൽ മത്സരമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടാണ് ദേശീയ നേതൃത്വം പി വി അൻവറിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പി വി അൻവർ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങൾ തകൃതിയായി തന്നെ പി വി അൻവർ ക്യാമ്പുള്ളവർ സജീവമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളടക്കം ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി പല തവണ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് UDFിന്റെ ഘടകകക്ഷിയായി പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിച്ചില്ലെങ്കിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അനുരഞ്ജന നീക്കങ്ങളൊക്കെ തന്നെ പലപ്പോഴും മങ്ങിപ്പോകുന്ന കാഴ്ചകളുമുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ UDF ഏത് നിമിഷവും ഘടകകക്ഷി എന്നുള്ള തീരുമാനത്തിലേക്ക് UDF എത്തുകയാണെങ്കിൽ പൂർണ്ണമായും മത്സരത്തിൽ നിന്ന് പിന്മാറി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിൽ പൂർണ്ണമായി ഇറങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലും പി വി അൻവറും തൃണമൂൽ ക്യാമ്പും എത്തിയിട്ടുമുണ്ട്. സുജയ. ഓക്കെ, ആർ റോഷിബാൽ തുടരുന്നുണ്ട്. ആർ റോഷിബാൽ, ഇപ്പോൾ UDF ചെയർമാന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്? UDF കൺവീനർ അടൂർ പ്രകാശാണ് ഇപ്പോൾ ഈ ആശയവിനിമയങ്ങളൊക്കെ അൻവറുമായി നടത്തിയത്. ഇതിൽ UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് എന്താണ്?
സുജയ പാർവതി, ഇന്നലെ UDF ഏകോപന സമിതി യോഗത്തിൽ എടുത്ത തീരുമാനം അത് അന്തിമ തീരുമാനമായിരിക്കണം എന്ന് UDF ചെയർമാൻ VD സതീശൻ യോഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. കാരണം PK കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ പലതവണ വ്യക്തിപരമായി പോലും അല്ലെങ്കിൽ ലീഗ് നിലപാടെന്ന നിലയിൽ അടക്കം അനുരഞ്ജന നീക്കം നടത്തിയതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും അവർ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു അനുനയ നീക്കം നടക്കുന്നതിലുള്ള അതൃപ്തിയാകാം ഒരു പക്ഷേ പ്രകടിപ്പിച്ചത്. ഏതായാലും പക്ഷേ UDFന്റെ ഒറ്റയായിട്ടുള്ള ഒരു അഭിപ്രായം PV അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തണമെന്നാണ്. കാര്യങ്ങൾ PV അൻവറിനെ ബോധ്യപ്പെടുത്തണം എന്നതുകൊണ്ട് തന്നെയാണ് UDF കൺവീനറായ അടൂർ പ്രകാശിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ. ഇവർ രണ്ടുപേരും നിലവിൽ UDFന് നിലമ്പൂരിൽ ജയിക്കേണ്ടതിന്റെ അനിവാര്യത, അതിനൊപ്പം അൻവർ എന്തുകൊണ്ട് UDFനൊപ്പം വേണം, അസോസിയേറ്റ് അംഗം എന്ന നിലയിൽ വന്നാൽ പോലും അത് കൃത്യമായ പരിഗണനയാണ്. പിന്നീട് ഘടകകക്ഷിയായി പരിഗണിക്കാനുള്ള സാധ്യത പോലുമുണ്ട്. അസോസിയേറ്റ് അംഗത്തിന് UDF യോഗത്തിൽ പങ്കെടുത്ത് കൃത്യമായി അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയും. UDFിലെ ഒരു പ്രധാന കക്ഷി തന്നെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് UDF കൺവീനർ അടൂർ പ്രകാശും PK കുഞ്ഞാലിക്കുട്ടിയും ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഉദ്യമം അത് അവർ ഇന്നലെ തന്നെ ധരിപ്പിച്ചു. അതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും നിരന്തരം PV അൻവറുമായി ആശയവിനിമയം നടത്തി. ഇന്നലെ രാത്രി വൈകിയും ആശയവിനിമയം നടന്നിരുന്നു. PV അൻവർ നിലപാട് മാറ്റുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും UDF ക്യാമ്പിലുണ്ട്. ശുഭാപ്തി വിശ്വാസം തന്നെയാണ് UDF ക്യാമ്പിലുള്ളത്. അതുകൊണ്ട് ഏതായാലും UDF കൺവീനർ കൂടിയായ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മയപ്പെടുത്തിയതാണ്. പരസ്യമായ പ്രതികരണങ്ങൾ നടത്താത്തതും ആ ഒരു കാര്യം. നമ്മുടെ പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് വർദ്ധിച്ച് വരുന്നു, ഇതൊക്കെ ജനങ്ങൾ കണ്ട് വിലയിരുത്തും കോൺഗ്രസ് എന്ന് പറയുന്നവരുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ തുറന്നു കാട്ടാൻ UDFന് മുതൽക്കൂട്ടാകും PV അൻവർ എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഓഫീസ് ഇന്നലെ മുതൽ മരണവീട് പോലെയായി. അൻവറിനെ വിളിക്കൂ, UDFനെ രക്ഷിക്കൂ. സഖാവ് M സ്വരാജ് മത്സര രംഗത്ത് വന്നതോടെ UDF ഏതാണ്ട് പോയ അണ്ണാനെ പോലെ ആയിരിക്കുകയാണ് എന്നൊക്കെ മോഹൻദാസ് തടത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PV അൻവർ ഉടൻ എത്തും. ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് അൻവറിന്റെ തീരുമാനം എന്നറിയണ്ടേ? മത്സരിക്കുമോ അതോ പിന്തുണയ്ക്കുമോ? അതറിയാൻ കാത്തിരിക്കൂ.